കോഴിക്കോട് പന്തീരങ്കാവിനടുത്ത് പുത്തൂർ മടത്തുള്ള റിതം ഇവൻ്റ് ഗാലറിയിലാണ് ഞാനുള്ളത്. ഇലക്ട്രിക് ബൈ ഇൻസ്റ്റാൾ ചെയ്ത ഒരു 100 കിലോ വാട്ടിൻ്റെ സോളാർ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഹരിതം ഫുഡ് പ്രൊഡക്ട്സ്, അതുപോലെ റിതം ഇവൻ്റ് ഗാലറി, ഇതിൻ്റെയൊക്കെ MD ആയ വിശ്വനാഥൻ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഹരിതം ടീമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വനാഥൻ സാറെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ സോളാർ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് കേരള ഗ്രീൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ചീഫ് മിനിസ്റ്റർ അടുത്ത് നിന്ന് അവാർഡ് കിട്ടിയ ഒരാൾ കൂടിയാണ് വിശ്വേട്ടൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് സാർ ഇപ്പം ഈ സോളാറുമായി ബന്ധപ്പെട്ട് മുമ്പേ സാർ, ഞങ്ങളൊക്കെ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പ് സാർ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സോളാറിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം, അതുപോലെ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ? ഞാൻ അതിലേക്ക് സോളാറിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി കുറച്ച് കാലങ്ങളായിട്ട് ഒരു പ്രവാസിയാണ്, പ്രവാസി ബിസിനസ്സുകാരനാണ് ഞാൻ. സൗദി അറേബ്യയിലാണ് എൻ്റെ മെയിൻ ബിസിനസ്. അപ്പോൾ അതിന് കൂടെ ബാക്കി കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ദുബായ്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഹരിതം ബ്രാൻഡ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് ഓൾറെഡി 35 വർഷമായി സൗദി അറേബ്യയിൽ. അപ്പോൾ ഏകദേശം 20 വർഷത്തോളമായി കുവൈത്തിൽ. ഇപ്പം ദുബായ് ഒക്കെ ഒരു 4-5 വർഷത്തിൻ്റെ അടുത്ത് ബാക്കിയുള്ള GCC രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, കാരണം മാർക്കറ്റിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സോളാർ പാനലുകൾ പല കടകളിലെ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ ഈ ഇലക്ട്രിക്കൽ ഷോപ്പുകളുടെ മുന്നിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഇതെന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ, ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വന്നത്. ഇങ്ങനെ അതിനെപ്പറ്റി പഠിച്ച സമയത്ത് എന്തും കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് സോളാറിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. പിന്നെ അതിനെപ്പറ്റി ഞാൻ അങ്ങനെ ചെറുതായി പഠിച്ചു നോക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു ബെനിഫിറ്റ് ആവും ഭാവിയിലേക്ക് എന്നുള്ള. അതേ സമയത്താണ് ഞാൻ 2015 കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ സ്വന്തം പഴയ പ്ലാന്റ് പുതുക്കി പുതിയ പ്ലാന്റിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പ്ലാന്റ് ഞങ്ങൾ കക്കോടിയുള്ള മളിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ പ്ലാന്റ് ആ സമയത്ത് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആ പ്ലാന്റിൽ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളൊരു ഫാക്ടറി ആയിട്ടാണല്ലോ വരുന്നത്, ഫാക്ടറിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ഞാൻ നടത്തി. ആ നടത്തുന്ന സമയത്താണ് നമ്മൾ ഈ ഇലക്ട്രിക്കലിന് പകരം നമ്മൾ സോളാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ള രീതിയിലേക്ക് കറക്റ്റായിട്ട് ഞാൻ പഠിച്ചു വരുന്നു. അങ്ങനെ ഞാൻ ആ പ്ലാന്റിൽ സോളാർ ഫിറ്റ് ചെയ്തു. നല്ല രീതിയിൽ തന്നെ ആ പ്ലാന്റിൽ സോളാർ ഫിറ്റ് ചെയ്ത് ഏകദേശം 140 കിലോ വാട്ട്സ് ആണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ ഓഫ്ലൈനിലാണ് ഞാൻ ചെയ്തത്. അന്നത്തെ സമയത്ത് ഇതിനെപ്പറ്റി ആൾക്കാർ പറയുമ്പോൾ ഓൺലൈനേക്കാൾ കൂടുതൽ ഓഫ്ലൈനാണ് പ്രാധാന്യം. പക്ഷേ ഓഫ്ലൈനിൽ ഏകദേശം 3-4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി ചേഞ്ചിങ്ങും പ്രശ്നങ്ങളും എക്സ്പെൻസും വരും എന്നൊക്കെ അന്ന് എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ അത് ഒരു ഇൻവെസ്റ്റ് മുതലായി വരും, അത് ലാഭത്തിലേക്ക് ആയി വരും എന്നുള്ള രീതിയിൽ അത് ഞാൻ മനസ്സ് പ്ലാൻ ചെയ്തു. പിന്നെ അതുമല്ല, നമ്മൾ എപ്പോഴും കേരളത്തിലുള്ള പ്രശ്നം ആ സമയത്തൊക്കെ ഓരോ ഫാക്ടറിക്കും ബാധിക്കുന്നത് വൈദ്യുതിയുടെ പ്രശ്നം കാരണം വർക്ക് സ്ലോ ആയി പോകുന്നത്. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോളാർ ഇലക്ട്രിക്കലിനെ ബന്ധപ്പെട്ട് വന്നത്. ഓക്കെ. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറിന് ചീഫ് മിനിസ്റ്റർ അടുത്തുള്ള ഒരു ഗ്രീൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു അവാർഡ്. അതെ. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഞങ്ങൾ ഇതിനു വേണ്ടി ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ചീഫ് മിനിസ്റ്റർ ചെയ്യുന്ന അവാർഡ് നമ്മളെ ബിസിനസ്സിൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഭത്തിലാവും എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങളത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് 2 ബിൽഡിംഗ് ഉണ്ട് അവിടെ വലിയ. അപ്പോൾ ആ ബിൽഡിങ്ങിൽ മൊത്തമായിട്ട് നമ്മൾ സോളാറിൻ്റെ കാര്യങ്ങൾ ചെയ്തു. സോളാർ നല്ല സക്സസ് ആയിട്ട് ഓടി. അവിടുത്തെ ട്രാൻസ്ഫോമറിലും വോൾട്ടേജ് പ്രശ്നമൊക്കെ പരിഹരിച്ചു. അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അതൊരു സപ്പോർട്ടായി. കാരണം അന്ന് ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് ഓൾറെഡി ഞങ്ങൾക്ക് സ്റ്റോർ ആയിക്കഴിഞ്ഞ് ബാക്കി വരുന്ന സ്റ്റോറേജ് സാധനം, അതായത് ഈ കറണ്ട് അവിടുത്തെ ട്രാൻസ്ഫോമറിലേക്ക് പോകും. അപ്പോൾ അടുത്ത വീടുകളിലൊക്കെ നമുക്ക് വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളും കറണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേ പരിഹരിക്കും എന്നുള്ള രീതിയിൽ അന്നത്തെ കാര്യത്തിൽ ഞാൻ പഠിച്ചതായിരുന്നു. ഇന്നങ്ങനെയല്ല, അന്ന് അങ്ങനെയായിരുന്നു. ഇന്ന് അധികം ഓൺലൈനിലേക്കാണ് പോയത്. അന്ന് ഓഫ്ലൈനിൽ വരുമ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ആയതുണ്ടായിരുന്നു.
അപ്പം ഞാൻ അടുത്തുള്ള ആൾക്കാർക്കും അതൊരു ബെനിഫിറ്റ് ആവുമല്ലോ, നമ്മളൊരു സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള കുറേ വീടുകൾക്കും ഇതൊരു ബെനിഫിറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഓഫ്ലൈനിലാണ് ചെയ്തത്. ഓഫ്ലൈനിൽ അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആംബിയർ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് നമ്മളെ സ്ഥാപനം മാറിയത് ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടുമ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഏകദേശം കോവിഡ് സമയത്താന്ന് തോന്നുന്നു ഇതിന് ചീഫ് മിനിസ്റ്റർ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ ടീമായിട്ട് അവിടെ പോയി ചീഫ് മിനിസ്റ്ററെ നേരിട്ട് കണ്ട്, സാർ പിണറായി വിജയൻ സാറായിരുന്നു, നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരാം, ഇത് കാണാമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ആണ് കോവിഡ് പ്രശ്നം ഉണ്ടാകുന്നത്. കോവിഡ് പ്രശ്നം വന്ന് ആ സമയത്ത് അങ്ങനെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ പിന്നെ അവസാനം ഓൺലൈനിലാണ് എനിക്ക് വന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഓക്കെ. ഋതത്തിൻ്റെ ഒരു പ്ലാന് ചെയ്യുന്ന സമയത്ത്, ഋതം എന്നുള്ളത് പിന്നെ ഒരു പ്രീമിയം ടൈപ്പിൽ സാറ് കോഴിക്കോട് ജില്ലയിൽ പ്ലാൻ ചെയ്തൊരു വലിയ പ്രൊജക്റ്റാണ്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് സാറ് ഇനീഷ്യലി തന്നെ ഇത് നമ്മൾ ആ പ്രൊജക്റ്റ് കംപ്ലീഷൻ്റെ കൂടെ തന്നെ നമ്മളെ പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു നമ്മൾ ഓൺ ഗ്രിഡ് ആണല്ലോ ചെയ്തത്. അതായത് അന്ന് ഞാൻ ഇതിന് മുന്നേ ചെയ്തത് നമ്മൾ വേറൊരു ടീമായിട്ടായിരുന്നു ഹരിതത്തിൻ്റെ ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ഈ ഋതത്തിൻ്റെ ഈ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ മുന്നേ കാര്യമായിട്ട് ഇവിടെ ഒരു പന്തിരങ്കാവ് എന്ന് പറഞ്ഞാൽ അന്ന് ബൈപ്പാസ് പ്ലാനിങ് ഒക്കെ വളരെ കുറവ്. ആ സമയത്ത് ഞാൻ ഒരു പ്ലാൻ ചെയ്ത്, അതായത് കേരളത്തിൽ നല്ലൊരു ഓഡിറ്റോറിയം വേണം, അത് കുറച്ച് നല്ല കാണാൻ, അതായത് ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ, എത്ര ചെറുതായാലും അതിനൊരു സിഗ്നേച്ചർ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ഡിസൈനറുണ്ട്, പെരുമണ്ണുള്ള ആളാണ് മിസ്റ്റർ സുനീഷ്, പിന്നെ ഒരു പ്രൊജക്ട് മാനേജർ ഉണ്ട് സുരേഷ്. ഇവരെ തമ്മിൽ കണ്ടുമുട്ടുന്നു, ഇവരുമായി ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കേരളത്തിലെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി കോഴിക്കോട് ഏറ്റവും നല്ല ആഡംബരം എന്നാൽ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമായിട്ട് ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ആ സുനീഷിൻ്റെ ഒരു ഏറ്റവും വലിയ സഹകരണം, സുരേഷിൻ്റെ ഏറ്റവും വലിയ സഹകരണം ഉള്ളതുകൊണ്ട് അവർ ഓരോ പ്ലാൻ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്തു കൊടുത്തു. ആ സമയത്ത് ആണ് ഇത്, ഞാൻ ഓൾറെഡി ഒന്നിൽ സക്സസ് ആയി നിൽക്കുന്ന ആളല്ലേ. എനിക്ക് കേരള ചീഫ് മിനിസ്റ്റർ അടുത്തുനിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ട് പിന്നെ കിട്ടിയൊരു സംഭവം, അതിനെ പിന്നെ ഞാൻ സക്സസ് ആക്കി എടുക്കണ്ടേ. അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിലും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 15 കിലോ വാട്ടുകളോ ഞാൻ എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ പുതുതായിട്ട് എൻ്റെ ഒരു വീട്, ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ പറയാം, പുതുതായിട്ട് ഇനിയിപ്പോൾ വീടും ചെയ്യുന്നുണ്ട്. ആ വീടും പിന്നെ സോളാറിലേക്ക് തന്നെ ചെയ്യാം. ഇനി സാറ് ഇലക്ട്രിക് ബൈയുമായി എങ്ങനെയാണ് ഒരു കോൺടാക്ട് ഉണ്ട്? സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇലക്ട്രിക് ബൈ സോളാർ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് സാറ് സോളാർ ചെയ്തിട്ടുണ്ട് സാറ് പ്രോജക്ട്സിലേക്ക്. അപ്പോൾ ഇലക്ട്രിക് ബൈയുമായി സാർ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഏതൊരു ഘട്ടത്തിലാണ്? ഈ ഹരിതം മാത്രമല്ല വയനാട്ടിൽ എൻ്റെ പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഈ 2 പ്ലാന്റിലും സർവീസിന് നമ്മൾ പഴയ കമ്പനിയായിട്ട് സർവീസ് അത്ര ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് അങ്ങനെ അവിടെ സർവീസിന് വരുന്ന പുതിയൊരു കമ്പനിയായിരുന്നു ഇലക്ട്രിക് ബൈ എന്ന് പറയുന്ന കമ്പനി. അവിടുത്തെ ആൾക്കാർ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പോൾ അവർ സർവീസിങ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ മെയിനായിട്ട് അത് മാത്രമല്ല, അവർക്ക് സർവീസിൻ്റെ കാര്യം കൊടുക്കുന്ന സമയത്ത് അവർ എന്നോട് പറഞ്ഞു, ഇപ്പം ആരും ഓഫ്ലൈൻ ഉപയോഗിക്കുന്നില്ല, ഓൺലൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സജഷൻ പറയാനാണ് ശരിക്കും ആദ്യത്തെ എന്നോട് വരുന്നത്. അപ്പം ഞാൻ അവർ ചെറിയ സർവീസിൻ്റെ പ്രശ്നങ്ങളുള്ളത് കാരണം ഞാൻ ചോദിച്ചത് അങ്ങോട്ട്, നിങ്ങൾക്കിത് മെയിൻ്റനൻസ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്ത സമയത്ത് ഞങ്ങളത് എന്ത് ചെയ്തു, എന്നാൽ ശരി ഇവർക്കൊന്ന് കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റിൽ എൻ്റെ വയനാട്ടിലുള്ള ഫാക്ടറീൻ്റെയും കക്കോടിയുള്ള ഫാക്ടറീൻ്റെയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ അവരപ്പം പറഞ്ഞു ശരി ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരുള്ള ബന്ധം വരുന്നത്, ഇലക്ട്രിക് ബൈ ആയിട്ടുള്ള ബന്ധം വരുന്നത്. അങ്ങനെ സർവീസ് മോശമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് എന്നോട് വിളിച്ച് പറയും, അവർ വന്ന് ക്ലിയറായി പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ഈ റിതം ഓഡിറ്റോറിയത്തിൻ്റെ വർക്ക് നടത്തുന്നത്. വർക്ക് നടക്കുന്ന സമയത്ത് PMC ഇങ്ങനെ ഓരോ ഇലക്ട്രിക്കലിൻ്റെ ഓരോരുത്തരെ കൊട്ടേഷൻ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാറിന് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ ഹരിതത്തിലെ മാനേജ്മെൻറ്റ് ടീമിനോട് പറഞ്ഞു, ഒന്ന് ഇവരെ പേരൊന്ന് കൊടുത്തു നോക്കും, അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരെ PMCക്ക് കൊട്ടേഷൻ കൊടുത്തു.
കൊട്ടേഷൻ കൊടുത്ത് അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ സമയത്ത് അവർ മറ്റുള്ള 3-4 കമ്പനിയിൽ സംസാരിച്ച സമയത്ത് മെയിൻ്റനൻസിലും സർവീസിങ്ങിലും നല്ല ഒരു ക്വാളിറ്റി അവർ ചെയ്യുന്നുണ്ട് എന്ന് ഞാനൊരു റെക്കമെൻഡേഷൻ നമ്മളെ PMCനോട് സജസ്റ്റ് ചെയ്തു. ബാക്കി ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനിക്കുക. അത് കാരണം ഇതും എനിക്ക് അനുഭവത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിട്ട് കൺഫേം ചെയ്തോ എന്നുള്ള ഒരു മെസ്സേജ് ഞാൻ അവർക്ക് പാസ് ചെയ്തു. അതനുസരിച്ചാണ് എൻ്റെ PMC ആയ സുരേഷും ഡിസൈനർ സുനീഷും തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇലക്ട്രിക് ബൈനെ കൺഫേം ചെയ്യുന്നു. പക്ഷേ അത് അവർ പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇലക്ട്രിക് ബൈയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വിഷോട്ടിൻ്റെ ഈ വിധത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് റെഫറൽ വർക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറെ കെയർ ഓഫിലുള്ള ഡയറക്റ്റ് വർക്കുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ PMC ആയി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ പിന്നീട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബൈയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു പ്രീമിയം പ്രൊജക്റ്റ് തന്നെയാണ്. നമുക്കൊരു റെഫറൻസ് കൊടുക്കാൻ പറ്റിയൊരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മൾ ഋതത്തിലൊരു ഈ ഒരു പ്രൊജക്റ്റായിട്ട് കാണുന്നത്. സാറെ സംബന്ധിച്ചിടത്തോളം സാർ ഒരു ഒരു എൻ്റർപ്രണറാണ്. എൻ്റർപ്രണർ ഇൻ ദ സെൻസ് സാർ ഒരുപാട് മേഖലകൾ സാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട്, ഇതുപോലെ ഇവൻറ്റ് ഗാലറി ഉണ്ട്. പിന്നെ സാർ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ കാര്യം സാർ അന്ന് സൂചിപ്പിച്ചിരുന്നു ചെയ്തത്. സാറ് വീട്ടിൻ്റെ തന്നെ ഒരു ബിഗ് പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുമായിട്ടുള്ളൊരു റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാറ് ഹാപ്പി ആണെന്ന് തന്നെയാണ്. നമ്മളെ സർവീസ് ആയാലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും സാറ് ഹാപ്പി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇനി വരുന്ന പ്രൊജക്ട്സിലും അപ്കമിങ് പ്രൊജക്ട്സിലും സാർ ഒരു സഹകരണം ഇലക്ട്രിക് ബൈ തീർച്ചയായും പ്രതീക്ഷിക്കുകയാണ്. അതെന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അതെന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ ഓരോ പ്രൊജക്റ്റ് ദൈവം നിശ്ചയിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് കൊണ്ടുവരും. ദൈവത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് കാരണം ഇപ്പോൾ ഈ ഓഡിറ്റോറിയം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. കാരണം അത് ഡിസൈനറെ കഴിവാണ്. അതുമാതിരി നിങ്ങളെ സോളാറിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഓഫ്ലൈനെ പറ്റി എന്നോട് കുറേ ഡിസ്കസ് ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോ ഫീൽഡിൽ അറിവുണ്ടാകുന്ന സമയത്ത് നിങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും അന്വേഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ കുറേ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് മാർക്കറ്റിൽ. ഈ വർക്ക് വന്നതിന് ശേഷം കുറേ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇൻഡയറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളെടുത്തുന്നുണ്ടാവും. അതുമല്ല ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല എൻ്റെ ടീമിന് മൊത്തം. കാരണം ഇപ്പോൾ ഒരു വീടിൻ്റെ വർക്ക് എടുക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ സൗദിയിലും കുവൈത്തിലൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വീടൊക്കെ എടുക്കുന്ന ആൾക്കാരോട് ഞാൻ ഇത് പറയും, മിനിമം ഒരു 5 കിലോ വാട്ടെങ്കിലും ചെയ്തോ. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുണ്ട്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരോട് ഞാൻ അവർ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യും. ഓക്കെ, അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും എൻ്റെ അടുത്ത് നിന്നുണ്ടാവും. അതുമാത്രമല്ല, ഞാൻ പുറത്തെ ആൾക്കാരോട് ആരോട് കാണുമ്പോഴും ഞാൻ നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളൊരു ഫാമിലി ആയില്ലേ. കാരണം ഇപ്പോൾ 2-3 വർക്കിൽ നിങ്ങൾ ചെയ്യുന്ന സഹകരണത്തിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്തു തരുന്നുണ്ട്. അതെന്തായാലും ഉണ്ടാവും. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.